ഞാൻ പോയി ഡോക്ടറോട് സംസാരിച്ചു. ഞാൻ ഡോക്ടർ നീരജിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങളേതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാകും. സാധാരണ അത്ര തിരക്കിൽ ഒരുപാട് സംസാരിക്കാൻ സമയം പോലും കിട്ടാത്ത ആളാണ് പുള്ളിക്കാരൻ. പക്ഷേ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചിത്രേ ഉള്ളൂ, ഇത് എന്താണ്, ഏതെങ്കിലും സൈഡ് എഫക്റ്റ് ഉള്ള സാധനമാണോ, സർജറിയുടെ ആവശ്യമുണ്ടോ? അപ്പോൾ പറഞ്ഞില്ല, പ്രായമൊന്നും ഒരു വിഷയമല്ല, ഒരു 40-45 വയസ്സിന് താഴെയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ഫലം കൂടുതലായിരിക്കും. നിങ്ങൾക്കൊരു 50 വയസ്സിന് മുകളിലായതുകൊണ്ട് നമുക്ക് എന്തായാലും നോക്കാമെന്ന് പറഞ്ഞ് നോക്കി. എൻ്റെ പറഞ്ഞു വരും, അത് കറുത്ത മുടിയായിരിക്കുമോ വെളുത്ത മുടിയായിരിക്കുമെന്ന് അറിയില്ല, പ്രായം കൂടിയതിൻ്റെതായ ഒരു ഇതുണ്ടാകുമെന്ന് പറഞ്ഞു. ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് സെക്കൻഡ് സിറ്റിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 10-20 ദിവസത്തിനകം, അതായത് അറൗണ്ട് ആകപ്പാട് 20-25 ദിവസത്തിനാകുമ്പോൾ ഞാൻ ഡോക്ടറെ നേരിട്ട് വിളിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഡോക്ടറെ ഒരു അതിശയമുണ്ട്, എൻ്റെ തലയിൽ മുടി വന്നു. നേരെ ചിരിക്കുക ചെയ്തത്. ഇത് നമുക്കറിയാം, അത് വരും, നമുക്കറിയാം വരുമെന്ന് അറിഞ്ഞിട്ട് തന്നെയാണല്ലോ നമ്മൾ ചെയ്തത്. അത് ചിലർക്ക് വളരെ നേരത്തെ വരും, ചിലർക്ക് വളരെ താമസിച്ചേ വരുള്ളൂ. പിന്നെ അതിനകത്ത് വേറെ സ്റ്റെം സെൽ ആക്ടിവേഷൻ തെറാപ്പി എന്ന ഒരൊറ്റ പ്രോസസ്സിലാണ് എനിക്ക് മുടി വന്നത്, അല്ലാതെ സെറം പുരട്ടിയിട്ടല്ല. അപ്പോൾ സെറത്തിൻ്റെ ഇഫക്റ്റിലാണ് മുടി വരുന്നതെന്ന് ചിലർ യൂട്യൂബിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. സെറത്തിൻ്റെ ഇഫക്റ്റിലാണ് മുടി വരുന്നതെങ്കിൽ ഞാൻ 6 മാസം മുതൽ 1 വർഷം വരെ വെയിറ്റ് ചെയ്യണം. ഇനി നോക്കാം, ഇപ്പോൾ ഞാൻ ഈ 2 സിറ്റിംഗ് കഴിഞ്ഞ് 2 ബൂസ്റ്ററും കഴിഞ്ഞിട്ടിരിക്കുകയാണ്. 6 മാസമായി. ഡിസംബർ 26-ന് 6 മാസമായി. ഇതാണ് മുടി. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടു കാണും, സൈഡിൽ എൻ്റെ പഴയ പടങ്ങൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ അത്രയും മുടി പോയിട്ടും എനിക്കത് തിരിച്ച് വന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രായം ഒരു ഘടകമാണ് എപ്പോഴും. അപ്പം നമ്മുടെ ശരീരത്തിലെ ഗ്രോത്ത് ഫാക്ടർ പ്രശ്നമാണ്. ഇതിപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മളുടെ കുറവുകളെല്ലാം ഡോക്ടറെ മേളിൽ അടിച്ചേൽപ്പിച്ചിട്ട് ഡോക്ടർ ഇതെല്ലാം ശരിയാക്കി തരണമെന്ന് പറയുന്നതിന് അത് എനിക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞാനെന്ന് ഡോക്ടറോട് പറഞ്ഞ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, മുടി വരട്ടെ, കഴിയുന്നത് പോലെ വരട്ടെ. എന്താണോ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ മെച്ചമുള്ള ഒരു റിസൾട്ട്, അത് വരട്ടെ. അല്ലാതെ അതിനപ്പുറം ഞാൻ എൻ്റെ 25 വയസ്സിലുള്ള മുടി എനിക്ക് വളരെ തിക്കായിട്ട് വെള്ളം പോലും ഇറങ്ങാത്ത രീതിയിൽ കട്ടിയുള്ള മുടി ഉണ്ടായിരുന്നു, അതല്ല. ഈ ഫോളിക്കിൾ ആക്റ്റീവ് അല്ലാതെ പോയ ഫോളിക്കിളുടെ എണ്ണം വളരെ അധികമാണെങ്കിൽ അതിൽ നിന്ന് റിട്ടേൺ ചെയ്ത് കിട്ടാൻ നമ്മളെ ശരീരത്തിനെ പ്രേരിപ്പിക്കുക ചെയ്യുന്നത്, അല്ലാതെ ഈ മരുന്ന് കുത്തിവെച്ച് നമ്മളെ ശരിയാക്കുക, നമ്മുടെ ശരീരത്തെ നമ്മൾ വളർത്താൻ പ്രേരിപ്പിക്കുക ചെയ്യുന്നത്. സ്റ്റെം സെൽ ആക്ടിവേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ സ്വയം സുഖപ്പെടുത്താനുള്ള കഴിവിനെ പ്രൊമോട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഈ മുടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ കഴിവുകൊണ്ടാണ്. ഡോക്ടർ അതിനെന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആ സ്റ്റിമുലേഷനൊരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ട് പറയാതിരിക്കാൻ നിർത്തിയില്ല. അപ്പോൾ ഈ സ്റ്റെം സെൽ തെറാപ്പി കൊണ്ട് ഒരുപാട് പിന്നെ ഗുണം വരുന്നു എന്ന് പറയുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ഇതിപ്പം ഡോക്ടർ നീരജിന് മാത്രമേ പറ്റുള്ളൂ, ബാക്കി എത്രയോ ഡോക്ടർമാർ ഇതേ കാര്യം ചെയ്യുന്നില്ലേ, എന്നിട്ട് എന്താണ് ഇത്ര റിസൾട്ട് പറയാൻ പറ്റാത്ത വിധം ഡോക്ടർ നീരജിന് മാത്രം ഇതുണ്ടാക്കുന്നത്? അങ്ങനെയാണ് ഞാൻ ഡോക്ടർ നീരജുമായിട്ട് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത്. അപ്പോൾ മനസ്സിലാക്കിയ ഒരു രസകരമായ കാര്യം, നീരജ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ പ്രൊസീജിയർ സ്വയം ഡിസൈൻ ചെയ്തതാണ്. വേണമെങ്കിൽ നമുക്കെന്ത് പറയാം, ഇത് ചെയ്ത സ്റ്റെം സെൽ ആക്ടിവേറ്ററിൻ്റെ മെച്ചമാണ്, സെറത്തിൻ്റെ മെച്ചമാണ്. പറഞ്ഞു വയ്ക്കുന്നതെല്ലാം നീരജിന് ഇതിനകത്ത് റോളില്ലെന്ന അർത്ഥത്തിലാണ്. ആക്ച്വലി ഡോക്ടർ നീരജ് സെൽഫായിട്ട് രൂപകൽപ്പന ചെയ്ത സെറത്തിൻ്റെ കോമ്പിനേഷൻ, അതിൻ്റെ ടൈം, ഇതെല്ലാം ചേർന്നിട്ട് ഒരു ക്ലിനിക്കൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസൾട്ട് വരുന്നത്. ഇത് ഓരോരുത്തർക്കും വ്യത്യാസമാവുന്നതുകൊണ്ട് നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട. എൻ്റെ മുടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കും വരും എന്ന് അങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങളുടെ ഗ്രോത്ത് ഫാക്ടർ എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വരണം. ഇത് ഫോൺ വിളിച്ചിട്ട് ചോദിച്ചിട്ടും കാര്യമില്ല. ഇവിടെ ചെക്ക് ചെയ്യണം, ഒരു ഫോളിക്കിൾ ചെക്ക് ചെയ്യും. ഒരു ഫോളിക്കിളിൽ ഒരു മുടിയുള്ളോ, വരാൻ സാധ്യത കുറവാണ്. ഒന്നിൽ കൂടുതൽ മുടിയുണ്ടോ, ഉറപ്പായിട്ടും അത് സക്സസ് റേറ്റ് കൂടുതലായിരിക്കും. തുടക്കത്തിലൊക്കെ ഈ ആൾക്കാരെ നിരാശപ്പെടുത്താതിരിക്കാൻ വേണ്ടി ഡോക്ടർ ഈ മുടി കുറഞ്ഞാലും അവരുടെ ഒരു വിഷമമൊക്കെ കണ്ടിട്ടങ്ങ് സമ്മതിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെതായ ദോഷമാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് മുടി വന്നില്ല എന്നുള്ളത്. ഇപ്പോൾ അതല്ല, ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ക്ലിനിക്കലി ചെക്ക് ചെയ്ത് കൃത്യമാക്കിയിട്ടാണത് പോകുന്നത്. അപ്പോൾ സക്സസ് റേറ്റ് വളരെ കൂടുതലാണ്. ഏതായാലും ഞാൻ ഹാപ്പിയാണ്. ഒരുപക്ഷെ നിങ്ങളും ഇവിടെ വരിക, ടെസ്റ്റ്